നമസ്കാരം. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ എവിടെ തിരിഞ്ഞാലും കാണുന്ന വേഗത്തിൽ പടർന്നു കയറുന്ന എന്നാൽ യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു കളസസ്യമുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. ഇതിന്റെ ഇലകളിൽ കാണുന്ന ഇളം പച്ച നിറവും തണ്ടിന് ചുവപ്പ് കലർന്ന നിറവുമെല്ലാം ചേർന്ന് ഒരു പ്രത്യേക സൗന്ദര്യം നൽകുന്നുണ്ട് എങ്കിലും ഈ സസ്യം നിശബ്ദമായ ഒരു കൊലയാളിയാണ്. മണ്ണിന്റെ ബലഭൂയിഷ്ഠതയെയും തദ്ദേശീയമായ സസ്യജാലങ്ങളുടെ നിലനിൽപ്പിനെയും ജൈവ വൈവിധ്യത്തെയും ഇത് അതിരൂക്ഷമായി ബാധിക്കും. കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേര് ഈ സസ്യത്തിന് ലഭിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അതിവേഗം ഈ ചെടിയും പടർന്നു പിടിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ അതിന്റെ അതിർത്തി ലംഘിക്കുന്ന സ്വഭാവം കൊണ്ടോ ആകാം. ഏതായാലും കേരളത്തിന്റെ പരിസ്ഥിതിക്ക് ഈ അധിനിവേശ സസ്യം വരുത്തുന്ന ഭീഷണി വളരെ വലുതാണ്. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ജന്മദേശം തെക്കേ അമേരിക്കയിലെയും കരീബിയൻ ദ്വീപുകളിലെയും ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ സസ്യം ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപകമായി എത്തുന്നത്. കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല എങ്കിലും യുദ്ധോപകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, കപ്പലുകൾ വഴിയുള്ള ചരക്ക് ഗതാഗതം എന്നിവയോടൊപ്പമാകാം ഇതിന്റെ വിത്തുകൾ ഇന്ത്യൻ തീരങ്ങളിൽ എത്തിയത്. ഇന്ത്യയിൽ ആദ്യം അസമിലും പശ്ചിമ ബംഗാളിലുമാണ് ഇത് കണ്ടു തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ ഇത് എത്തിയതിനു പിന്നിലും സമാനമായ കഥകളാണുള്ളത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഭക്ഷ്യധാന്യങ്ങളിലോ കപ്പൽ തുറമുഖങ്ങൾ വഴിയോ അല്ലെങ്കിൽ സൈനിക നീക്കങ്ങളുടെ ഭാഗമായോ വിത്തുകൾ കേരളത്തിന്റെ മണ്ണിൽ എത്തിപ്പെട്ടു. അതിവേഗം വളരുവാനും ഏത് കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുവാനുമുള്ള ഇതിന്റെ കഴിവാണ് കേരളത്തിലെ സമൃദ്ധമായ കാലാവസ്ഥയിൽ അതിജീവിക്കുവാൻ ഇതിനെ സഹായിക്കുന്നത്. പിന്നീട് റോഡുകളിലൂടെയുള്ള വാഹന ഗതാഗതം, മൃഗങ്ങൾ, കാറ്റ് എന്നിവ വഴി ഇത് സംസ്ഥാനത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് വളരെ വേഗത്തിൽ വ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് പച്ച കേരളത്തിന്റെ തനതായ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉള്ളതുമാണ്. ഒന്നാമതായി, ഇത് ജൈവ വൈവിധ്യത്തിന് നേരിട്ടുള്ള ഭീഷണിയാണ്. വളരെ വേഗത്തിൽ വളരുന്ന ഈ സസ്യം സൂര്യപ്രകാശം പൂർണ്ണമായും മറച്ച് തദ്ദേശീയമായ സസ്യങ്ങളെ ഞെരുക്കിക്കളയും. ഇത് കാരണം പല പ്രാദേശിക സസ്യങ്ങൾക്കും മരങ്ങൾക്കും വളരുവാനോ നിലനിൽക്കുവാനോ സാധിക്കാതെ വരുന്നു. തദ്ദേശീയമായ സസ്യങ്ങളുടെ നാശം അവയെ ആശ്രയിക്കുന്ന പ്രാദേശിക ജീവിവർഗങ്ങളുടെയും പ്രാണികളുടെയും പക്ഷികളുടെയും ആഹാര ലഭ്യതയെ ബാധിക്കും. രണ്ടാമതായി, കമ്മ്യൂണിസ്റ്റ് പച്ച മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നു. ഈ സസ്യം വളരുന്ന സ്ഥലങ്ങളിൽ മറ്റു ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതിരിക്കുകയും മണ്ണിന്റെ ജലാംശം വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതിന് അലലോപതിക് എന്ന സ്വഭാവവുമുണ്ട്. അതായത് ഇതിന്റെ വേരുകളിൽ നിന്നും ഇലകളിൽ നിന്നും പുറത്തു വരുന്ന ചില രാസവസ്തുക്കൾ മറ്റു സസ്യങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. ഇത് കൃഷിയിടങ്ങൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. മൂന്നാമതായി, ഈ സസ്യം വനമേഖലകളിലെ അഗ്നിബാധ വർദ്ധിപ്പിക്കും. വേനൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലകൾ ഉണങ്ങി കട്ടിയുള്ള ഒരു പാളി പോലെ കിടക്കും. ഇത് എളുപ്പത്തിൽ തീപിടിക്കുവാൻ കാരണമാകും. വനമേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കന്നുകാലികൾക്ക് ഈ സസ്യം ഭക്ഷിക്കുവാൻ താല്പര്യമില്ലാത്തതിനാൽ മേച്ചിൽപ്പുറങ്ങളിലും ഇത് അതിവേഗം വ്യാപിക്കുന്നു. നാലാമതായി, മനുഷ്യന്റെ ആരോഗ്യത്തിനും ഇത് ഭീഷണിയാണ്. ഈ ചെടിയുടെ പൂമ്പൊടി ചില ആളുകളിൽ അലർജിക്കും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വ്യാപനം നിയന്ത്രിക്കുവാൻ കായികമായ രീതികളും രാസവസ്തുക്കളും ഉപയോഗിച്ചുള്ള രീതികളും നിലവിലുണ്ട്. ഇവ പൂർണ്ണമായി നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ വിത്തുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ചെടികൾ വേരോടെ പിഴുതെടുത്ത് തീയിടുകയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. എന്നാൽ മണ്ണിനടിയിൽ നിന്ന് വീണ്ടും മുളയ്ക്കുവാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ ഇത് ആവർത്തിക്കേണ്ടി വരും. ജീവശാസ്ത്രപരമായ നിയന്ത്രണ മാർഗങ്ങൾ, അതായത് ഈ സസ്യത്തെ ഭക്ഷിക്കുന്ന പ്രാദേശിക പ്രാണികളെ ഉപയോഗിച്ച് നിയന്ത്രിക്കുക എന്നിവയും പരീക്ഷണത്തിലാണ്. എങ്കിലും ഈ അധിനിവേശ സസ്യത്തിന്റെ വ്യാപനം നിയന്ത്രിക്കുക എന്നത് കേരളത്തിലെ വനം കൃഷി വകുപ്പുകൾക്ക് ഇന്നും വലിയൊരു വെല്ലുവിളിയായി തുടരുന്നു. ഒരു വിദേശ അതിഥിയായി കേരളത്തിലെത്തി പിന്നീട് ഇവിടുത്തെ പരിസ്ഥിതിയെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്ന ഒരു ഭീകരനാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. ഇതിന്റെ അനിയന്ത്രിതമായ വളർച്ച കേരളത്തിന്റെ തനത് ജൈവ വൈവിധ്യത്തിനും കൃഷിയിടങ്ങൾക്കും വരുത്തുന്ന നഷ്ടം ചെറുതല്ല. ഈ പച്ചപ്പിന്റെ അപകടം തിരിച്ചറിഞ്ഞ് ഓരോ വ്യക്തിയും അവരവരുടെ പരിസരങ്ങളിൽ നിന്ന് ഈ സസ്യത്തെ നീക്കം ചെയ്യുവാനും ഇതിന്റെ വ്യാപനം തടയുവാനും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അധിനിവേശ സസ്യത്തിൽ നിന്ന് കേരളത്തിന്റെ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ ഓരോ പൗരന്റെയും കൂട്ടായ ശ്രമം ആവശ്യമാണ്. ഈ നിശബ്ദമായ പാരിസ്ഥിതിക യുദ്ധത്തിൽ വിജയിച്ചാൽ മാത്രമേ കേരളത്തിന് അതിന്റെ തനതായ പച്ചപ്പും ജൈവവൈവിധ്യവും ഭാവി തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.